പറയുന്നത് ആസിഫ് അലിയുടെ സെലക്ഷൻ ഓഫ് സ്ക്രിപ്റ്റ്. അതായത് ഒരു നല്ല സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ, നല്ല കഥ പറയാനുണ്ടെങ്കിൽ അതിനകത്ത് തീർച്ചയായും കാസ്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു ക്യാരക്ടറായിട്ട് ആസിഫ് അലി മാറിയിട്ടുണ്ട്. ആസിഫ് അലിയുടെ നല്ല പെർഫോമൻസ് ആണ്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ കൊണ്ടുപോകുന്നു. ഈ വിവാഹമോചനത്തിന് നടക്കുന്ന ദമ്പതിമാർ ഒരു 2-2.5 മണിക്കൂർ ഈ സിനിമ ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. കിഡിലെ പെർഫോമറാണ് ആസിഫ് അലി എന്ന നടൻ. അടിപൊളി. എല്ലാവരും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ജഗദീഷ് സാറിൻ്റെ, പിന്നെ ഹരിശ്രേഷ്, എല്ലാവരും ആസിഫ് അലിയുടെ നല്ല പെർഫോമൻസ് ആണ്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ കൊണ്ടുപോകുന്നു. ഫാമിലി ഓഡിയൻസിനൊക്കെ എന്തായാലും പോയി കാണാനും ആ ഒരു എല്ലാ ഫീലിങ്സും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ആഭ്യന്തര കുറ്റവാളി വളരെ ഒരു ഫസ്റ്റ് ഹാഫിൽ നമുക്ക് സാധാരണ ഒരു ഫാമിലി ചിത്രം, ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷനിലുള്ള അങ്ങനത്തെ ഒരു ഇതായിട്ടാണ് വന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോൾ ശരിക്കും നമ്മുടെ നിയമത്തിലുള്ള ഒരു നൂലാമാല, അതായത് സ്ത്രീ സംരക്ഷണ നിയമം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പുരുഷന്മാരെ ടോർച്ചർ ചെയ്യാനുള്ള നിയമമാണോ എന്ന് നമ്മൾ പല സ്ഥലത്ത് ചർച്ച ചെയ്യുന്ന ഒരു സാധനത്തെ അതിഗംഭീരമായിട്ട് സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ ഇതിൻ്റെ എഴുത്തുകാരനും സംവിധായകനുമായ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ക്യാമറ, BGM, ഡയറക്ഷൻ ഒരു രക്ഷയില്ല. കിഡിലെ പെർഫോമറാണ് ആസിഫ് അലി എന്ന നടൻ. ഹരിശ്രേഷോൻ്റെ ഒക്കെ കോമഡി ട്രാക്ക് മാറ്റിയിട്ട് നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. സിനിമ ഒന്ന് തിയേറ്ററിൽ തന്നെ പുരുഷനും സ്ത്രീകളും കാണുക. അത്ര നല്ല മികച്ച ഒരു സിനിമയാണ്. വളരെ അടിപൊളി പടം. കാരണം ഇത് നമ്മൾ സിനിമ കണ്ടിങ്ങനെ എൻട്രി വരുമ്പോഴത്തേക്കും നല്ലൊരു, അതായത് ഈ കുടുംബകോടതികളിലൊക്കെ ഈ വിവാഹമോചനത്തിന് നടക്കുന്ന ദമ്പതിമാർ ഒരു 2-2.5 മണിക്കൂർ ഈ സിനിമ ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അല്ല വെറുതെ ചുമ്മാ ഇങ്ങനെ കോടതി കയറി നടക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഡിവേഴ്സ് എന്ന് പറഞ്ഞ് നടക്കുന്നത്. കാരണം ഇത് നമ്മൾ കണ്ടിരിക്കേണ്ടതാണ്. ഇതിൻ്റെ നിയമവശങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇതിൽ കാണിച്ചിട്ടുണ്ട്, ഓരോ സെക്ഷനും ഓരോ കാര്യങ്ങളും. ഈ ഒരു സിനിമയിൽ സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു നിയമം എങ്ങനെ മിസ്യൂസ് ചെയ്യപ്പെടുന്നു, അതിനകത്ത് കറക്റ്റായിട്ട് ഫാക്ട് ആൻഡ് ഫിഗർ വെച്ചിട്ട് തന്നെ ആ സിനിമയിൽ സംസാരിക്കുന്നുണ്ട്. അതായത് ഒരു കോർട്ട് റൂം ഡ്രാമയാണ്. സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ്ലി ഒരു കോർട്ട് റൂം ഡ്രാമയാണ്. ആദ്യ പകുതിയിൽ പിന്നെ ഇവരുടെ കല്യാണം അതുപോലെ രസകരമായ ഇത് കയറിയിട്ട് കംപ്ലീറ്റ് ഷിഫ്റ്റായിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ആസിഫ് അലി നമുക്കറിയാം അടുത്ത കാലത്തായിട്ട് ഇത് ഒരുപാട് തവണ നമ്മൾ ഇവിടുത്തെ ഈ തിയേറ്ററിൽ വെച്ച് തന്നെ റിവ്യൂ നമ്മൾ പറയുമ്പോൾ പറയുന്നത് ആസിഫ് അലിയുടെ സെലക്ഷൻ ഓഫ് സ്ക്രിപ്റ്റ്. അതായത് ഒരു നല്ല സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ, നല്ല കഥ പറയാനുണ്ടെങ്കിൽ അതിനകത്ത് തീർച്ചയായും കാസ്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു ക്യാരക്ടറായിട്ട് ആസിഫ് അലി മാറിയിട്ടുണ്ട്. അത് അതിഗംഭീരമായിട്ട് ഈ കഥാപാത്രം സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഒരു സാധാരണക്കാരനായ സാധാരണ ജോലി ചെയ്യുന്ന ഒരു പുരുഷന്റെ ബുദ്ധിമുട്ടുകളും അദ്ദേഹം ഇങ്ങനെ ഒരു കേസിനകത്ത് പെടുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഗംഭീരമായിട്ട് സിനിമയിൽ അവതരിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിൽ ആസിഫ് അലി എന്ന നടൻ്റെ ഇതിൽ ബെസ്റ്റ് ഒരു സിനിമയും. കാരണം ഇത് കുടുംബ പശ്ചാത്തലത്തിൽ വരുന്ന ഒരുപാട് സിനിമകൾ, വെറൈറ്റി സിനിമയാണ് ഈ സിനിമ. എന്തായാലും നല്ലൊരു സിനിമ എല്ലാവർക്കും കാണാം. കാരണം ഓരോരുത്തർക്കും ഉള്ള അനുഭവങ്ങൾ തന്നെയാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. നമ്മൾ അറിയുന്നത് നമ്മുടെ ചുറ്റുവട്ടം നടക്കുന്ന, അവരുടെ അയൽവക്കത്ത് നടക്കുന്ന കേസുകൾ ഒക്കെ എന്തായാലും നല്ലപോലെ എടുത്തിട്ടുണ്ട് ഈ സിനിമ. ആഭ്യന്തര കുറ്റവാളി എന്ന ആ പേര് പോലെ ഒരു കുറ്റവാളി എന്ന് വിധിക്കപ്പെടുന്നതിന് മുമ്പ് ഈ സിനിമ കണ്ടിരിക്കുന്നത് നല്ലതാണ്. നല്ലൊരു അടിപൊളി സിനിമ തന്നെ. ആസിഫ് അലിയുടെ കരിയറിലൊരു ബെസ്റ്റ് സിനിമയായിരിക്കും. പഴയ നടന്മാരായ വിജയകുമാർ, ജഗദീഷ്, പിന്നെ ഹരിശ്രേഷൻ, ഇവരത്തെ സ്ക്രീനിൽ കാണുമ്പോഴും രസമുണ്ട്. അവർക്കൊക്കെ നല്ല പവർഫുൾ ആയിട്ടുള്ള റോളും കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു സാധനത്തെ, അത് നിയമത്തിലെ ഒരു നൂലാമാലയെക്കുറിച്ച് നന്നായിട്ട് സംസാരിച്ചു പോയ ഒരു സിനിമയാണ്. കോർട്ട് റൂം ഡ്രാമ ഇഷ്ടപ്പെടുന്നവർക്കും ആസിഫ് അലിയുടെ പെർഫോമൻസ് ഇഷ്ടപ്പെടുന്നവർക്കും തീർച്ചയായും കണ്ടിരിക്കാവുന്ന ചിത്രമാണ് ഈ സിനിമ.